നമസ്കാരം, ഞാൻ ഡോക്ടർ മോണിക്ക. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ കുറച്ചു ദൂരം നടക്കുന്ന സമയത്ത് തന്നെ കാലുകൾക്ക് ഭയങ്കരമായിട്ടും വേദനയോ അല്ലെങ്കിൽ എവിടെയെങ്കിലും ഇരുന്നാൽ മതി എന്നൊരു തോന്നലുകൾ വരുന്നുണ്ടോ? ബലക്കുറവ് അനുഭവപ്പെടുന്നുണ്ടോ? TV ഒക്കെ കണ്ടിട്ട് കുറച്ച് സമയം ഇരുന്നിട്ട് എണീക്കുന്ന സമയത്തേക്ക് കാലുകൾക്ക് മരപ്പ്, തരിപ്പ് മുതലായിട്ടുള്ള പ്രശ്നങ്ങളും ചിലർ കാണുന്നുണ്ടെങ്കിൽ ആ ഭാഗത്ത് ചുട്ടുനീറ്റലിന്റെ പ്രശ്നങ്ങളും അനുഭവപ്പെടാം. അതുപോലെ തന്നെയാണ് നമുക്ക് മൊബൈൽ ഫോണോ എന്തെങ്കിലും ഒരു കാര്യം കയ്യിൽ കുറച്ച് സമയം ഹോൾഡ് ചെയ്തതിനു ശേഷം അത് നമ്മൾ താഴ്ത്തി വെക്കുന്ന സമയത്ത് നമ്മുടെ കൈകൾക്ക് മരപ്പും അതുപോലെ തന്നെ ഒരു കറണ്ട് അടിക്കുന്ന പോലെയുള്ള തരിപ്പുകളും വരിക എന്നുള്ളത് ഇത് വളരെ കോമൺ ആയിട്ട് ഉണ്ടാവുന്നതാണോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചൊക്കെ കോമൺ ആയിട്ട് ഉണ്ടാവുന്നതാണെങ്കിൽ പോലും എന്നാൽ ഇത് സ്ഥിരമായിട്ട് നിങ്ങളുടെ ദിവസത്തിൽ പല തവണകളായിട്ട് ഇങ്ങനെ ആവർത്തിക്കുന്നുണ്ടെങ്കിൽ ഇത് സ്വാഭാവികമായിട്ടും ഉണ്ടാവുന്ന ഒരു തരിപ്പോ മരവിപ്പോ ആയിരിക്കില്ല. ഒരു പക്ഷേ നിങ്ങൾക്ക് ഷുഗർ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് ഡയബറ്റിക് ന്യൂറോപ്പതി എന്നുള്ളൊരു കണ്ടീഷനിലേക്ക് ഈ ഒരു ഷുഗർ ലെവൽ നമ്മുടെ ശരീരത്തിന്റെ ഘടനകളും നമ്മുടെ ഞരമ്പുകളും ഒക്കെ തന്നെ മാറിയിട്ടുണ്ടെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇങ്ങനെ സംഭവിക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കാതെ പോവുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഞരമ്പുകൾ തന്നെ നശിക്കുന്ന പ്രശ്നങ്ങൾ ഉണ്ടായേക്കാം. ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നമ്മൾ ചെയ്യുന്ന സ്വാഭാവികമായിട്ട് കാര്യങ്ങളൊക്കെ തന്നെ വളരെ ലേറ്റായിട്ട് ചെയ്യാനും അതുപോലെ തന്നെ ചെറിയ കാര്യങ്ങൾ വരെ ചെയ്യാൻ വേണ്ടി ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരായിരിക്കും നമ്മളിൽ പലരും. ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് വളരെ ഉപകാരപ്രദമാവുന്നതാണ്. ഇത് ഞരമ്പുകളുടെ ആരോഗ്യത്തിന് മാത്രമായിട്ടുള്ളതല്ലാട്ടോ, ഇത് നമ്മുടെ ശരീരത്തിലെ ഓവറോൾ ഹെൽത്തിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടും ശരീരത്തിൽ അടിഞ്ഞുകൂടുന്ന കൊഴുപ്പിനെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടും സഹായകരമാകുന്നതാണ്. അതായത് നമ്മുടെ ശരീരത്തിലെ രക്തക്കുഴലുകളിൽ അടിഞ്ഞുകൂടുന്ന കൊഴുപ്പുകൾ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടും ശരിയായ രീതിയിൽ ബ്ലഡ് സർക്കുലേഷൻ നടക്കാൻ വേണ്ടിയിട്ടും ഉപയോഗപ്രദമായിട്ടുള്ള ഒരു വീഡിയോ ആണിത്. ഇത് ഒരു ഇല ഉപയോഗിച്ച് നമ്മുടെ ശരീരത്തിലെ അടഞ്ഞിട്ടുള്ള എല്ലാ ഞരമ്പുകളും തുറക്കാൻ വേണ്ടി നിങ്ങളെ സഹായകരമാകുന്നതാണ്. ഇതെങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നതെന്നുള്ളത് ഞാൻ കാണിച്ചു തരുന്നതും കൂടിയിട്ടാണ്. അപ്പം അതുകൊണ്ട് തന്നെ വീഡിയോ ലാസ്റ്റ് വരെയും കാണാം. ഓരോ ഭാഗങ്ങളും നിങ്ങൾക്ക് എന്തായാലും പ്രയോജനപ്പെടുന്നത് തന്നെയായിരിക്കും. ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന പാനീയത്തിൽ നമ്മൾ ചേർക്കേണ്ട ചേരുവകൾ എന്തൊക്കെയാണെന്നുള്ളതും ഇത് നമ്മുടെ ശരീരത്തിന് എങ്ങനെയാണ് പ്രയോജനപ്പെടുന്നത് എന്നുള്ളതും മനസ്സിലാക്കാം. ഏറ്റവും ആദ്യം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഇല എന്ന് പറയുന്നത് കറുവപ്പട്ടയുടെ ഇലയാണ്. ഇതിൽ പല സ്ഥലങ്ങളിൽ പല പേരുകളിൽ അറിയപ്പെടാവുന്നതാണ്. ഇലവങ്കം ഇല എന്ന് അറിയപ്പെടുന്നുണ്ട്, അതുപോലെ വഴന ഇല എന്നുള്ള രീതിയിലും അറിയപ്പെടാറുണ്ട്. ഈ ഒരു ഇലയാണ് നമുക്കിതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കൂട്ടെന്ന് പറയുന്നത്. നമ്മുടെ ഈ ഒരു കറുവപ്പട്ടയുടെ ഇല എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിലെ ഷുഗർ ലെവൽ കുറയ്ക്കാൻ വേണ്ടി ഏറ്റവും ഗുണകരമായിട്ടുള്ളതാണ്. അതായത് നമുക്ക് ഉയർന്നിട്ടുള്ള ഷുഗർ ലെവൽ ആണെന്നുണ്ടെങ്കിൽ ഇത് നോർമലാക്കി കൊണ്ടുപോകാൻ വേണ്ടി ഏറെ ഗുണകരമാവുകയും അതുപോലെ നമ്മുടെ ഞരമ്പുകളുടെ ആരോഗ്യം മെച്ചപ്പെടാൻ വേണ്ടി ഏറ്റവും ഗുണകരമായിട്ട് ഉപയോഗിക്കാം എന്നുള്ളതാണ്. പ്രധാനമായിട്ടും നശിച്ചുപോയ ഞരമ്പുകളൊക്കെ ആണെങ്കിലും ഇതിനെ റീജനറേറ്റ് ചെയ്യാൻ വേണ്ടി ഏറ്റവും ഗുണകരമാകുന്നു എന്നുള്ളതാണ്. ഞരമ്പുകളുടെ ഫംഗ്ഷൻ കറക്റ്റായിട്ട് നടക്കാൻ വേണ്ടിയിട്ടും ബ്ലഡ് സർക്കുലേഷൻ ശരിയായ രീതിയിൽ രക്തയോട്ടം ശരിയായ രീതിയിൽ നടക്കാൻ വേണ്ടിയിട്ടും ഏറെ ഗുണകരമാകുന്നതാണ്. ഇതിൽ ഉയർന്ന അളവിൽ ആന്റി ഓക്സിഡന്റുകൾ അതുപോലെ തന്നെ ആന്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടിയും അടങ്ങിയിട്ടുണ്ട്. നമ്മുടെ ശരീരത്തിലെ നീർക്കെട്ടും വേദനകളും അകറ്റാൻ വേണ്ടിയിട്ടും ഇത് ഏറെ ഗുണകരമാകുന്നതാണ്. ഇനി ഇതിൽ നമ്മൾ ചേർക്കുന്ന രണ്ടാമത്തെ ചേരുവ എന്ന് പറയുന്നത് ഇഞ്ചിയാണ്. ഇത് ഒരു കുറച്ച് വലിയ കഷ്ണം ഇഞ്ചിയാണ്. ഇതിൽ നിന്നും ഇത്രയും ഒന്നും നമുക്ക് ആ ഒരു കൂട്ടിനകത്തേക്ക് ആവശ്യമുള്ളതല്ല. ഇതിന്റെ ഒരു കാൽ ഭാഗം മാത്രമാണ് ഇഞ്ചി കഷ്ണമാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. ഇഞ്ചി നമ്മുടെ ശരീരത്തിലെ നമ്മുടെ രക്തയോട്ടം ശരിയായ രീതിയിൽ നടത്താൻ വേണ്ടിയിട്ടും നീർക്കെട്ടുകളും വേദനകൾ കുറയ്ക്കാൻ വേണ്ടിയിട്ടും അതുപോലെ അടിഞ്ഞുകൂടിയ കൊഴുപ്പുകളൊക്കെ തന്നെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടും ഏറെ ഗുണകരമാകുന്നതാണ്. ഇഞ്ചി നമ്മളൊരു ചെറിയ കഷ്ണമാണ് എടുക്കേണ്ടത്. ഇനി ഇതിലേക്ക് വരുന്ന മൂന്നാമത്തെ ചേരുവ എന്ന് പറയുന്നത് കറുവപ്പട്ട തന്നെയാണ്. ഒരു ചെറിയ കഷ്ണം കറുവപ്പട്ടയാണ് നമുക്ക് ഇതിനകത്തേക്ക് ആവശ്യമായിട്ടുള്ളത്. ഒരു ചെറിയ സ്റ്റിക്കാണ് ആവശ്യമായിട്ടുള്ളത്. ഒരുപാട് കട്ടിയുള്ള കറുവപ്പട്ട എടുക്കരുത്. ഇതുപോലെയുള്ള നൈസായിട്ടുള്ള കറുവപ്പട്ട വേണം നിങ്ങൾ എടുക്കാൻ വേണ്ടിയിട്ട്. ഈ ഒരു കറുവപ്പട്ടയുടെ ഗുണമെന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിലും രക്തക്കുഴലുകളിലും ഒക്കെ തന്നെ അടിഞ്ഞുകൂടുന്ന കൊഴുപ്പിനെ അലിയിച്ച് കളയാൻ വേണ്ടി ഏറെ ഗുണകരമാണ്. ഇതിലൂടെ നമ്മുടെ വയറിന് ചുറ്റുമുള്ള കൊഴുപ്പും അതുപോലെ തന്നെ ശരീരത്തിൽ അമിതമായിട്ട് അടിഞ്ഞുകൂടുന്ന കൊഴുപ്പും ഇല്ലാതാക്കാൻ വേണ്ടി സഹായകരമാകുന്നതാണ്. ഇത് ഹൃദയ ആരോഗ്യത്തിന് ഏറ്റവും ഉത്തമമായിട്ടുള്ള ഒരു കാര്യം കൂടിയിട്ടാണ്. ഇനി ഇതിൽ ഏറ്റവും അവസാനമായിട്ട് വരുന്നത് നാരങ്ങയാണ്. നാരങ്ങയിൽ വിറ്റമിൻ സി സമൃദ്ധമായിട്ട് അടങ്ങിയിട്ടുണ്ട്. ഇത് നമ്മുടെ പ്രതിരോധ ശക്തി കൂട്ടാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ ശരീരത്തിലെ നീർക്കെട്ട്, വേദന മുതലായിട്ടുള്ള പ്രശ്നങ്ങൾ കുറയ്ക്കാൻ വേണ്ടിയിട്ടും ഏറ്റവും ഗുണകരമായിട്ട് നമുക്ക് ഉപയോഗിക്കാം.
ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. ഇനി ഇതിൻ്റെ ഉപയോഗ രീതികൾ എങ്ങനെയാണ്, ഇതെങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടത് എന്നുള്ളതൊക്കെ തന്നെ നമുക്ക് കണ്ട് മനസ്സിലാക്കാം. ഏറ്റവും ആദ്യം നമുക്ക് ആവശ്യമായിട്ടുള്ളത് 1.5 ഗ്ലാസ് വെള്ളമാണ് ആവശ്യമായിട്ടുള്ളത്. ഒരു 1.5 ഗ്ലാസ് വെള്ളം നമ്മൾ തിളപ്പിക്കാൻ വേണ്ടി വെക്കുക. എന്നിട്ട് നന്നായിട്ട് തിളച്ച് വരുന്ന സമയത്തേക്ക് ആദ്യം നമുക്കിതിനകത്തേക്ക് ഈ ഒരു ഇല, നമുക്ക് കറുവപ്പട്ടയുടെ ഇല നമുക്ക് ഇതിനകത്തേക്ക് ചേർക്കാവുന്നതാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ഇല ഇതുപോലെ തന്നെ ഇടാവുന്നതാണ്. ഇല്ലെങ്കിൽ ഒന്ന് മുറിച്ചിട്ട് വേണമെങ്കിലും ഈ ഒരു ഇല ഇതിനകത്തേക്ക് ചേർക്കുക. ഇഞ്ചിയും കൂടിയിട്ട് നമ്മൾ ആദ്യം കാണിച്ചിട്ടുള്ള അത്രയും ഇഞ്ചി എടുക്കരുത്. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി മാത്രമാണ് എടുക്കേണ്ടത്. ഇതുപോലെ ഒന്ന് ചെറുതായിട്ട് ചതച്ചതിന് ശേഷം ആ ഒരു ഇഞ്ചി ഈ ഒരു പാനീയത്തിലേക്ക് ഇടുക. കറുവപ്പട്ടയുടെ ഒരു ചെറിയ കഷ്ണം കൂടിയിട്ട് ഇതിനകത്തേക്ക് ഇടുക. ഈ 3 ഇൻഗ്രീഡിയൻസുകളും 3 ചേരുവകളും നന്നായിട്ട് തിളയ്ക്കുക. തിളച്ചിട്ട് ഏകദേശം 1 ഗ്ലാസ് അളവായിട്ട് ഈ ഒരു വെള്ളം വറ്റി വരേണ്ടതാണ്. എങ്കിലാണ് ഈ ഒരു ചേരുവകളുടെ എല്ലാ ഗുണങ്ങളും ആ ഒരു പാനീയത്തിലേക്ക് ഇറങ്ങി ചെല്ലാൻ കഴിയുകയുള്ളൂ. അതിനുശേഷം 1 ഗ്ലാസ് അളവായതിനു ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് നമുക്ക് ചൂടോട് കൂടിയിട്ട് തന്നെ ഇത് അരിച്ചെടുക്കാവുന്നതാണ്. അരിച്ചെടുത്ത് ഇതിനകത്തേക്ക് ഒരു ചെറിയ കഷ്ണം മാത്രമാണ് നാരങ്ങ എടുക്കുന്നത്. നേരത്തെ കാണിച്ച ഒരു വലിയ കഷ്ണം നാരങ്ങയല്ല, ഒരു ചെറിയ കഷ്ണം നാരങ്ങ ഈ ഒരു പാനീയത്തിലേക്ക് പിഴിഞ്ഞൊഴിക്കുകയാണ് ചെയ്യേണ്ടത്. ഇത് നമ്മൾ ചെറു ചൂടോട് കൂട്ടിയിട്ട് കുടിക്കുന്നതാണ് ഏറ്റവും എഫക്റ്റീവ് ആയിട്ടുള്ളത്. ഇതിന് വേണ്ടിയിട്ട് മധുരമോ കാര്യങ്ങളോ ഒന്നും ഇതിൽ ചേർക്കേണ്ടതില്ല. ഇനി നിങ്ങൾക്ക് ഇങ്ങനെ കുടിക്കാൻ ബുദ്ധിമുട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ, പ്രമേഹ രോഗികളല്ലാത്തവരാണെങ്കിൽ മാത്രം കുറച്ച് തേൻ ഇതിനകത്തേക്ക് ആഡ് ചെയ്യാവുന്നതാണ്. 1 ടീസ്പൂൺ അളവായിട്ടുള്ള ചെറുതേൻ ചേർക്കുന്നതാണ് ഏറ്റവും ഗുണകരമായിട്ടുള്ളത്. തേൻ ആഡ് ചെയ്തിട്ട് നമുക്ക് ഈ ഒരു ഡ്രിങ്ക് കുടിക്കാൻ കഴിയുന്നതാണ്. ഇത് രാവിലെ വെറും വയറ്റിൽ കുടിക്കുന്നതാണ് ഏറ്റവും ഉത്തമമായിട്ടുള്ളത്. കാരണം നമ്മുടെ ശരീരത്തിലെ എല്ലാ മാലിന്യങ്ങളും പുറന്തള്ളപ്പെടാൻ വേണ്ടിയിട്ടും, അതുപോലെ തന്നെ രാവിലെയാണ് കൂടുതലും നമ്മുടെ ശരീരത്തിൽ ഇൻഫ്ലമേഷൻസും സ്റ്റിഫ്നെസ്സും ഒക്കെ തന്നെ വരുന്നത്, ഒരു പിടുത്തവും ഒക്കെ തന്നെ നമുക്ക് വരുന്നത്. അപ്പം അന്നത്തെ ദിവസത്തിലെ എല്ലാ കാര്യങ്ങളും ഉന്മേഷകരമായിട്ട് നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് നിങ്ങളെ ഏറെ ഗുണകരമാകുന്ന ഒരു ഡ്രിങ്കാണ്. ഒരു 7 ദിവസം നിങ്ങൾ ഇതുപോലെ കണ്ടിന്യൂസ് ആയിട്ട് കുടിച്ചു നോക്കുക. നിങ്ങളുടെ ശരീരത്തിൽ വരുന്ന വ്യത്യാസങ്ങൾ മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. ഒപ്പം തന്നെ ഒരു കാര്യം കൂടിയിട്ട് പറയുകയാണ്, പറയുന്ന അളവുകളിൽ മാത്രമല്ലാതെ ഒരുപാട് അളവുകളിൽ നമ്മൾ ഈ ഒരു കറുവപ്പട്ടയുടെ ഇലയും ഒന്നും ഒരുപാട് അളവുകളിൽ ഇടരുത്. ഒരു ചെറിയ ഇല മാത്രമാണ് ഇട്ടിട്ടുള്ളത്. ഇത് നിങ്ങൾക്ക് മുറിച്ചിട്ടുള്ള രീതിയിലെല്ലാം ഒന്നെങ്കിൽ പകുതി തൊട്ട് 1 ഇല വരെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. കറുവപ്പട്ടയാണെന്നുണ്ടെങ്കിലും ഒരു ചെറിയ സ്റ്റിക്ക് മാത്രമാണ് ഇതിനകത്തേക്ക് ചേർക്കേണ്ടത്. ഇഞ്ചിയും ഒരു ചെറിയ കഷ്ണമാണ് ചേർക്കേണ്ടത്. അതുപോലെ നാരങ്ങയാണെന്നുണ്ടെങ്കിലും മുഴുവൻ നാരങ്ങയല്ല, ഒരു ചെറിയ നാരങ്ങയാണ് ചേർക്കേണ്ടത്. ഇനി ഓർമ്മപ്പെടുത്തുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, രാവിലെ വെറും വയറ്റിൽ കുടിക്കുന്നവർ അസിഡിറ്റി ഉള്ളവരാണെന്നുണ്ടെങ്കിൽ നാരങ്ങ കുടിക്കുന്ന സമയത്ത് നെഞ്ചരിച്ചിലോ പുളിച്ചിലോ കിട്ടലോ വരുന്നവരാണെങ്കിൽ നാരങ്ങ ഒഴിവാക്കിയിട്ട് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസുകൾ കുടിക്കാൻ കഴിയുന്നതാണ്. ഇനി രാവിലെ കുടിക്കാൻ ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ രാവിലെ 11 മണി സമയത്ത് കുടിക്കുന്നതും ഏറെ ഗുണകരമാവുന്ന ഒരു കാര്യം തന്നെയാണ്. ഇങ്ങനെ 2 സമയങ്ങളായിട്ട് നിങ്ങൾക്ക് കുടിക്കാൻ കഴിയുന്നതാണ്. 7 ദിവസം നിങ്ങൾ ഇതുപോലെ കണ്ടിന്യൂ ചെയ്യുക. അതുപോലെ മാക്സിമം പോയിട്ടുണ്ടെങ്കിൽ ഒരു 21 ദിവസം വരെ മാത്രമാണ് ഈ ഒരു ഡ്രിങ്ക് കുടിക്കേണ്ടത്. അതിനുശേഷം നിങ്ങൾ സ്റ്റോപ്പ് ചെയ്യണം. ഏകദേശം 1 മാസമെങ്കിലും സ്റ്റോപ്പ് ചെയ്തിട്ട് വേണമെങ്കിൽ മാത്രം ഇങ്ങനെ കാലുകൾക്ക് തരിപ്പും മരവിപ്പും അതുപോലെ ശരീരത്തിലെ വേദനകളോ ഉന്മേഷക്കുറവോ രാവിലെ എണീക്കുമ്പോൾ അമിതമായിട്ടുള്ള ക്ഷീണമോ സന്ധികളിൽ അമിതമായിട്ട് വേദനകളോ ഒക്കെ അനുഭവപ്പെടുന്നവരാണെങ്കിൽ ഇതുപോലെ 1-2 മാസം കൂടുമ്പോഴൊക്കെ ഒരു 14 ദിവസമായിട്ടോ 7 ദിവസമായിട്ടോ എന്നുള്ളൊരു കണക്കിൽ നിങ്ങൾക്ക് ഇത് കുടിച്ചു പോകാവുന്നതാണ്. ഒരിക്കലും ഇത് കണ്ടിന്യൂസ് ആയിട്ട് കുടിക്കാൻ പാടുള്ളതല്ല. ഒരു 21 ദിവസം വരെ മാക്സിമം ആണ് കുടിക്കേണ്ടത്. ഒന്നും നമ്മൾ അമിതമായിട്ടുള്ള ഒരു അളവിൽ എടുത്ത് കുടിക്കാനോ സ്ഥിരമായിട്ട് അത് ഉപയോഗിക്കാനോ പാടുള്ളതല്ല. അതുകൊണ്ടാണ് ഇത് പ്രത്യേകമായിട്ട് എടുത്തു പറഞ്ഞിട്ടുള്ളത്. വളരെ എഫക്റ്റീവായിട്ട് റിസൾട്ട് നൽകുന്നതാണ്. തീർച്ചയായിട്ടും ഈ ഒരു കമൻറ്റ് ബോക്സിൽ ഇത് കുടിച്ചിട്ട് നിങ്ങൾക്ക് എന്താണ് ഫീൽ ചെയ്തിട്ടുള്ളത് എന്നുള്ളത്, അതുപോലെ വേദനകൾ എത്രത്തോളം കുറയുന്നുണ്ട്, മരവിപ്പ് കുറഞ്ഞിട്ടുണ്ടോ എന്നുള്ളതൊക്കെ തന്നെ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. അതുപോലെ ഈ ഒരു വിഷയം നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ഈ ഒരു അറിവ് ഒരുപാട് ആൾക്കാരിലേക്ക് ഷെയർ ചെയ്യുക. അടുത്തൊരു വിഷയമായിട്ട് നമുക്ക് കാണാം. നന്ദി.